നമസ്തേ. ഇന്ന് കർണൻ്റെ ഒരു വലിയ കഥയാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു വലിയ കഥയായതിനാൽ കുറച്ച് ഭാഗം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. മഹാഭാരതത്തിലെ ഏവരെയും ആകർഷിച്ച എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് കർണൻ. അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണഗണങ്ങളുണ്ട്. കർണൻ്റെ മാതൃസ്നേഹം, പിതൃഭക്തി, സഹോദര സ്നേഹം, സൗഹൃദബന്ധം, പുത്രവാത്സല്യം, ഔദാര്യം, ദാനശീലം, നിർഭയത്വം, ആദർശനിഷ്ഠ, സ്വഭാവശുദ്ധി എല്ലാം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഈ കഥയിലുണ്ട്. കൗരവരുടെ തേരാളിയായ അതിരഥൻ്റെയും രാധയുടെയും മകനായ വസുവും സഹോദരനായ ശോണനും ചമ്പാനഗരിയിൽ നിന്ന് അച്ഛൻ്റെ കൂടെ ഹസ്തിനപുരത്തെത്തി. ചമ്പാനഗരി എന്ന ഗ്രാമത്തിലാണ് അതിരഥൻ്റെയും രാധയുടെയും വാസസ്ഥലം. ഹസ്തിനപുരത്തെത്തിയ കുട്ടികൾ വിദ്യ അഭ്യസിക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹീനജാതിക്കാരനായി കരുതപ്പെട്ടത് മൂലം കർണനോടുള്ള അവഗണന അവിടെയാണ് തുടങ്ങുന്നത്. ദ്രോണാചാര്യർ അവരെ അസ്ത്രാഭ്യാസം പഠിപ്പിക്കാൻ തയ്യാറായില്ല. കുലവും ജാതിയും ചോദിച്ച് ഗുരുജനങ്ങളാലും പാഞ്ചാലിയാലും അപമാനിതനാകുന്ന കർണൻ കഠിന പരിശ്രമത്താൽ അഭൗമ ശക്തി വിശേഷങ്ങളുള്ള അസ്ത്രങ്ങൾ നേടുന്നു. പക്ഷേ യഥാസമയം ഉപകരിക്കപ്പെടാതെ പോകുന്ന ഈ അസ്ത്രങ്ങൾ കർണൻ്റെ വിജയത്തിന് ക്ഷതമേൽക്കുന്നു. ഹൃദയത്തെ മതിക്കുന്ന പല മൃദുല വികാരങ്ങളും ഇതിലുണ്ട്. ഏറെ വെറുക്കുന്ന കുന്തിയെ അവസാനം കർണൻ അമ്മയെ എന്ന് വിളിക്കുന്നു. പതിവ്രതയായ പാഞ്ചാലിയോട് ഞാൻ മാപ്പ് ചോദിച്ചതായി പറയണമെന്ന് കൃഷ്ണനോട് കർണൻ പറയുന്നുണ്ട്. കർണൻ്റെ വായു ചിത്തുന്ന കുതിര ജഡത്തിനരികിൽ ഇങ്ങനെ വാലിലെ രോമങ്ങളെല്ലാം വീശി മുട്ടുകുത്തി നിൽക്കുന്നതും എല്ലാം നമ്മൾ കഥയിലൂടെ കണ്ടിട്ടുള്ളതാണ്. ചമ്പാനഗരിയിലെ കുട്ടിക്കാലത്ത് കർണന് തോന്നിയ വിസ്മയങ്ങളിലൊന്നായിരുന്നു കർണൻ്റെ മാംസളമായ കുണ്ടലങ്ങൾ. അനുജൻ ശോണനും മറ്റാർക്കും തന്നെ ഈ കുണ്ടലങ്ങളില്ല. അമ്മ രാധയോടും അച്ഛൻ അതിരഥനോടും ഇതേപ്പറ്റി കർണൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് ഗംഗാദേവിയോട് ചോദിക്കാൻ. അതുപോലെ തന്നെയാണ് കർണന് ഉത്കണ്ഠയുണ്ടാക്കിയ മറ്റൊരു സംഭവമാണ് തൻ്റെ കയ്യിലെ ശരം കൊണ്ട് എവിടെ കുത്തിയാലും അത് ശരീരത്ത് തുളഞ്ഞു കയറുകയില്ല. എൻ്റെ തൊലി മാത്രം ഇത്ര അഭേദ്യമാണോ? എൻ്റെ ശരീരമാസകലം ആരാലും മുറിവേൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കവചം ഉണ്ടാകണം. എനിക്ക് മിന്നിത്തിളങ്ങുന്ന കുണ്ടലം കിട്ടി, കവചം കിട്ടി. ഞാൻ ഒരിക്കലും മരിക്കില്ല എന്നർത്ഥം. അപ്പോൾ ശോണന് കിട്ടാതെ എനിക്ക് മാത്രം എന്തേ കിട്ടിയത്? താൻ ആര് എന്ന സന്ദേഹമാണ് കർണൻ്റെ മനസ്സിൽ. അപ്പോൾ വസുദേവരുടെ പിതാവായ ശൂരസേനന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് പൃഥ. യാദവ വംശത്തിലെ ഒരു രാജാവായിരുന്നു കുന്തിഭോജൻ. സദ്ഗുണസമ്പന്നനായ കുന്തിഭോജന് കുട്ടികളില്ലാതിരുന്നതിനാൽ പൃഥയെ അദ്ദേഹം ദത്തെടുത്തു. അങ്ങനെ പൃഥ കുന്തിയായി. കുന്തിഭോജന്റെ ഭരണത്തിൽ ജനങ്ങൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. വംശപരമ്പര നിലനിർത്താൻ കുട്ടികളില്ലാതിരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ദുഃഖമായിരുന്നു. രാജാവ് കുന്തിയെ സ്വന്തം മകളെപ്പോലെ തന്നെ വളർത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതൊക്കെ ആളുകളോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് കുന്തിക്ക് അറിയാമായിരുന്നു. കൊട്ടാരത്തിൽ വരുന്നവരെ സത്കരിക്കുന്നതിനും മറ്റും കുന്തി വളരെ ഉത്സുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിൽ വന്നു. മഹർഷിയെ ശുശ്രൂഷിക്കുന്നതിനുള്ള ചുമതല രാജാവ് കുന്തിയെ ഏൽപ്പിച്ചു. ഒരു പിതാവിനോടുള്ള സ്നേഹത്തോടെയാണ് മഹർഷിയെ കുന്തിദേവി ഇങ്ങനെ ശുശ്രൂഷിച്ചത്. മഹർഷിയുടെ ദേഹശുദ്ധിക്ക് വേണ്ട കാര്യങ്ങളും പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും അവൾ വിഘ്നം കൂടാതെ ഒരുക്കി വയ്ക്കും. കുന്തിയുടെ സ്നേഹവും ശുശ്രൂഷയും സ്വീകരിച്ച് മഹർഷി ഒരു കൊല്ലത്തോളം അവിടെ താമസിച്ചു. അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ മഹർഷി കുന്തിയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ആതിഥ്യ മര്യാദയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. രാജാവ് പുത്രനില്ലാത്ത ദുഃഖത്താൽ ക്ലേശിതനാണല്ലോ. അതുകൊണ്ട് നാം നിനക്ക് 5 മന്ത്രങ്ങൾ ഉപദേശിക്കാൻ പോവുകയാണ്. ഈ 5 മന്ത്രങ്ങളെയും ജപിച്ച് ഏത് ദേവനെ സ്മരിക്കുന്നുവോ ആ ദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ ദേവനിൽ നിന്നും തേജസ്സാർന്നൊരു പുത്രൻ ജനിക്കുമെന്നും പറഞ്ഞ് ദുർവാസാവ് കൊട്ടാരം വിട്ടുപോയി. അങ്ങനെ ഒരു ദിവസം കുന്തി വെറുതെ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഈ മന്ത്രത്തെക്കുറിച്ച് ഓർത്തു. മന്ത്രം ജപിക്കുമ്പോൾ തൻ്റെ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യഭഗവാനിൽ ദൃഷ്ടികൾ പതിഞ്ഞു. തൻ്റെ മന്ത്രം ആദ്യം തന്നെ സൂര്യഭഗവാനിൽ പരീക്ഷിക്കാൻ കന്യകയായ കുന്തി നിശ്ചയിച്ചു. അവൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ സ്മരിച്ചു. എല്ലാ സൗന്ദര്യത്തോടും കൂടിയ പുരുഷനായി സൂര്യഭഗവാൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തിക്ക് അമ്പരപ്പും ഒപ്പം ആഹ്ലാദവും തോന്നി. നിനക്ക് എന്താണ് നാം നൽകേണ്ടതെന്ന് സൂര്യഭഗവാൻ ചോദിച്ചു. കുന്തി ക്ഷമാപണത്തോടെ പറഞ്ഞു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണിത്. ദുർവാസാവ് മഹർഷി കൽപ്പിച്ചു നൽകിയ 5 മന്ത്രങ്ങളിൽ ഒന്ന് ഞാൻ വെറുതെ പരീക്ഷിക്കുകയായിരുന്നു. അത് ഇങ്ങനെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നോട് പൊറുക്കണം. എന്നാൽ സൂര്യഭഗവാൻ ആ വാക്കുകൾ നിരാകരിച്ചു എന്ന് മാത്രമല്ല, ഇത്തരമൊരു സംഗമം തമാശയാൽ കാണരുതെന്നും ഇത് പൂർവ്വനിശ്ചിതമായ വിധിയാണെന്നും സൂര്യഭഗവാൻ പറഞ്ഞു.
ഒരു കാര്യം കൂടി ഭഗവാൻ ഓർമ്മിപ്പിച്ചു. തൻ്റെ കുഞ്ഞ് കുന്തിയുടെ വയറ്റിൽ പിറന്നാലും കുന്തിക്ക് കന്യകാത്വം നഷ്ടപ്പെടില്ലെന്നും. അങ്ങനെ സൂര്യഭഗവാൻ സ്നേഹപൂർവ്വം കുന്തിയെ പ്രാപിച്ചു. കുന്തി ഗർഭിണിയായി. കൊട്ടാരത്തിലെ ഉപമാതാവ് ഒഴികെ മറ്റാരും ഇതറിഞ്ഞില്ല. അങ്ങനെ കുന്തിക്ക് സൂര്യ തേജസ്സോടുകൂടി ഒരു പുത്രൻ പിറന്നു. അവൻ്റെ ദേഹത്ത് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിനെ കണ്ണിമ പെട്ടാതെ ഇങ്ങനെ നോക്കി തെരുതെരേ ചുംബിച്ച് നിർവൃതി കൊണ്ടു. പെട്ടെന്ന് കുന്തി തിരിച്ചറിഞ്ഞു, കന്യകയായ തനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇത് അച്ഛനും മറ്റുള്ളവരും അറിഞ്ഞാൽ അച്ഛൻ്റെ കീർത്തിക്ക് കളങ്കമുണ്ടാകും. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ദുഃഖിതയായി ഒടുവിൽ ഉപമാതാവ് ഒരു പോം വഴി കണ്ടുപിടിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിക്കുക. കുന്തിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ സൽകീർത്തിക്ക് അത് തന്നെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു പാഴ്ത്തടി കൊണ്ടുണ്ടാക്കിയ പെട്ടിയിലാക്കി കുഞ്ഞിനെ കിടത്തിയിട്ട് വെള്ളം കയറാതെ ഭദ്രമായി അടച്ച് അശ്വിനീ നദിയിൽ ഒഴുക്കി. ചർമ്മണ്യതിയിലൂടെ, ഗംഗയിലൂടെ, യമുനയിലൂടെ അത് ഒഴുകി നടന്നു. ഒടുവിൽ അംഗരാജ്യത്തിൻ്റെ തീരത്തെത്തി. അവിടെ കുളിക്കാനെത്തിയ അതിരഥൻ എന്ന സൂതൻ ഇത് കാണാനിടയായി. മരപ്പെട്ടി കരയോടടുപ്പിച്ച് തുറന്നു നോക്കിയപ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കവചകുണ്ടലങ്ങൾ അണിഞ്ഞ തേജസ്വിയായ ഒരു കുഞ്ഞ്. അതിരഥന് കുട്ടികളില്ലാതിരുന്നതിനാൽ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയായ രാധയെ ഏൽപ്പിച്ചു. ആ സ്ത്രീരത്നത്തിൻ്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ദേഹത്ത് കർണാഭരണങ്ങളും ചട്ടയും മറ്റു വസ്തുക്കളും ഉണ്ടായിരുന്നതിനാൽ വസുഷേണൻ എന്ന പേരിട്ടു. അങ്ങനെ ആ സൂര്യപുത്രൻ അവരോടൊപ്പം വളർന്നു. സുന്ദരിയായ കുന്തി വിവാഹപ്രായം എത്തിയപ്പോൾ സ്വയംവരം നിശ്ചയിച്ചു. സ്വയംവരത്തിന് ഹസ്തിനപുര രാജാവായ പാണ്ഡുവും എത്തിയിരുന്നു. പാണ്ഡുവിനെ കുന്തി തൻ്റെ ഭർത്താവായി തിരഞ്ഞെടുത്തു. പാണ്ഡുവിനെ മാലയിട്ടു. അങ്ങനെ കുന്തി സമേതനായി പാണ്ഡു സന്തോഷത്തോടെ കഴിയുമ്പോൾ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം മാദ്ര രാജാവിൻ്റെ മകളായ മാദ്രിയെയും വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷം പാണ്ഡു ദിഗ്വിജയം നടത്തി രാജ്യം വിസ്തൃതമാക്കി. കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യമാരെയും കൂട്ടി പാണ്ഡു ഹിമാലയ സാനുക്കളിലെ വനത്തിൽ വേട്ടയ്ക്ക് പോയി. ഇണചേർന്നു നിന്ന മാനുകളിലൊന്നിനെ അമ്പെയ്ത് കൊലപ്പെടുത്തി. പെൺമാനാണ് കൊല്ലപ്പെട്ടത്. ആൺമാൻ കിന്തമൻ എന്ന ഒരു സന്യാസിയായിരുന്നു. കിന്തമൻ പൂർവ്വരൂപം പ്രാപിച്ച് പാണ്ഡുവിനെ ശപിച്ചു. നിനക്ക് എപ്പോഴെങ്കിലും കാമം പൂണ്ടാൽ ആ നിമിഷം നിന്റെ തല തെറിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം. അതിനുശേഷം ഭാര്യമാരുമായി രമിക്കാൻ പാണ്ഡുവിനായില്ല. ഒരിക്കൽ രാജാവ് കുന്തിയോട് പറഞ്ഞു, മുനിശാപം കൊണ്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നീ പരപുരുഷനെ പ്രാപിച്ച് സത്പുത്രനെ ജന്മം നൽകുക. അതിനോട് കുന്തിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ദുർവാസാവ് തന്ന വരത്തിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഈ വിവരം പാണ്ഡുവിനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അതനുസരിച്ച് ധർമ്മരാജാവിനെ ഭജിക്കാൻ പാണ്ഡു നിർദ്ദേശിച്ചു. അതനുസരിച്ച് ധർമ്മരാജാവിനെ സ്മരിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഉടൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സത്പുത്രനെ നൽകുകയും ചെയ്തു. അതാണ് ധർമ്മപുത്രൻ എന്ന പേരിൽ അറിയപ്പെട്ട യുധിഷ്ഠിരൻ. രണ്ടാമത് വായുദേവനെ പ്രസാദിപ്പിച്ച് കരുത്തനായ ഒരു പുത്രൻ ജനിച്ചു. അദ്ദേഹമാണ് വായുപുത്രൻ ഭീമൻ. അതിനുശേഷം വിലാളി വീരനായ ഒരു പുത്രന് വേണ്ടിയുള്ള ആഗ്രഹം ദേവേന്ദ്രനിൽ ചെന്നെത്തി. ആ കുഞ്ഞാണ് അർജുനൻ. നാലാമത്തെ മന്ത്രം മാദ്രിക്ക് പറഞ്ഞു കൊടുത്തു. മാദ്രി അശ്വിനി ദേവകളെ പ്രാർത്ഥിച്ച് ഗർഭം ധരിച്ച് ഉണ്ടായ പുത്രന്മാരാണ്. ഒരു ദിവസം മാദ്രിയെ കണ്ടപ്പോൾ പാണ്ഡുവിൽ ഉണ്ടായ രതിഭാവത്തിൽ മുനിശാപം മറന്ന് മാദ്രിയെ പ്രാപിച്ചു. ശാപവചനം പോലെ അദ്ദേഹത്തിൻ്റെ തല പൊട്ടിത്തെറിച്ചു. താൻ കാരണമാണല്ലോ തൻ്റെ ഭർത്താവ് മരിച്ചത് എന്ന ദുഃഖത്താൽ മാദ്രി ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ദേഹത്യാഗവും ചെയ്തു. അങ്ങനെ ധൃതരാഷ്ട്രരോടൊപ്പം അന്ധത സ്വയം വരിച്ച ഗാന്ധാരിയുടെ അടുത്ത് ഒരു ദിവസം വേദവ്യാസ മഹർഷി എത്തിയിട്ട് ഗാന്ധാരി അദ്ദേഹത്തെ സ്നേഹത്തോടെ ഇങ്ങനെ പരിചരിച്ചു. വേദവ്യാസ മഹർഷി ഗാന്ധാരിക്ക് 101 പുത്രന്മാർ പിറക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഗാന്ധാരി ഗർഭിണിയായി. കുന്തിയേക്കാൾ മുൻപേ പ്രസവിക്കുന്നതിന് വേണ്ടി ഗർഭസ്ഥ ശിശുവിനെ കശക്കി പുറത്തേക്കെടുത്തു. അപ്പോൾ അതൊരു മാംസപിണ്ഡമായിരുന്നു. അതിനെ 101 കഷണങ്ങളായി മുറിച്ച് 101 കുടങ്ങളിലാക്കി നെയ്യൊഴിച്ച് അടച്ച് കെട്ടിവച്ചു. ആ കുടങ്ങളിൽ നിന്നും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ 100 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. അവരാണ് കൗരവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുര്യോധനൻ, ദുശാസനൻ, ദുസ്സഹൻ, ജലഗന്ധൻ, സമൻ, സഹൻ മുതലായ ആൺകുട്ടികളും ദുർഗള എന്ന പെൺകുട്ടിയും. അങ്ങനെ ഹസ്തിനപുരിയിൽ പാണ്ഡവരും കൗരവരും ഒന്നിച്ചു വളർന്നു. എന്നാൽ പാണ്ഡവർ വളരെ സാത്വികരും കൗരവർ വളരെ ദുഷ്ടരുമായിരുന്നു. കലഹിച്ചും ചതിച്ചും മറ്റും പരസ്പരം ശത്രുക്കളെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. കളികളിൽ ഭീമസേനൻ കൗരവകുമാരന്മാരെയൊക്കെ തോൽപ്പിച്ചിരുന്നു. ഗുസ്തിയിലും ഓട്ടത്തിലും മറ്റും ഭീമനെ ജയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഭീമന്റെ കുസൃതികൾ ചെറുപ്പത്തിൽ തന്നെ ദുര്യോധനന്റെ മനസ്സിൽ ശത്രുതയുണ്ടായി.
ഭീമനെ ഏത് വിധേനയെങ്കിലും വകവരുത്തണമെന്ന് കൗരവർ ആലോചിച്ചു. ഒരിക്കൽ ഗംഗയിൽ ദുര്യോധനനും പാണ്ഡവരും ഒരുമിച്ച് ജലക്രീഡയ്ക്ക് വേണ്ട കോപ്പുകൾ കൂട്ടി നദീതീരത്ത് കൂടാരങ്ങൾ കെട്ടി ഓരോരുത്തർക്കും പാർക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി. എല്ലാവർക്കും ഭക്ഷിക്കാൻ പാചകക്കാരെയും കൊണ്ടുവച്ചു. അപ്പോൾ വിശിഷ്ട ഭോജ്യങ്ങളും തയ്യാറാക്കി വെച്ചു. കുമാരന്മാർ പരസ്പരം വിളമ്പാൻ തുടങ്ങി. ദുര്യോധനാകട്ടെ ഭീമന് വിഷം കലർത്തിയ ഭക്ഷണം നൽകി. മുഴുവൻ അകത്താക്കിയ ഭീമന്റെ കഥ തീർന്നെന്ന് അവർ കരുതി. അങ്ങനെ ജലക്രീഡയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എല്ലാവരും ഉറക്കമായി. ഉറങ്ങിയ ഭീമനെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് ഗംഗയിലേക്ക് ഉരുട്ടിയിട്ടു. ഗംഗയിൽ വീണ ഭീമനാകട്ടെ ആഴത്തിലേക്ക് പോയി നാഗലോകത്തെത്തി. സർപ്പങ്ങൾ ഭീമനെ ദംശിച്ചു. സർപ്പദംശം ഏറ്റതോടെ ഉള്ളിലുള്ള വിഷത്തിൻ്റെ വീര്യം കുറഞ്ഞു. സ്വബോധം വീണ്ടു കിട്ടിയ ഭീമൻ സർപ്പങ്ങളെ എടുത്ത് നിലത്തടിക്കാൻ തുടങ്ങി. അവർ രാജാവായ വാസുകിയോട് പരാതി പറഞ്ഞു. അപ്പോൾ അനുചരനായ ആര്യകനോടൊപ്പം വാസുകി ഭീമൻ്റെ സമീപത്തെത്തി. വാസുകിക്ക് ഭീമന് മനസ്സിലായി. വാസുകി 8 കുംഭങ്ങളിലെ അമൃതരസം ഭീമന് കൊടുത്തു. ഈ അമൃതരസം കുടിച്ച ഭീമന് 1000 ആനകളുടെ ശക്തിയുണ്ടായി. ഭീമനെ കാണാതായപ്പോൾ തൻ്റെ വിദ്യ ഫലിച്ചതിൽ ദുര്യോധനൻ സന്തോഷിച്ചു. അതിനുശേഷം ഭീമൻ ഈ ദിവ്യതീർത്ഥത്തിൽ കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തെത്തി. ഭീമൻ മടങ്ങി വന്നത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. തൻ്റെ അനുഭവങ്ങളെല്ലാം പാണ്ഡവാദികളോട് പറഞ്ഞപ്പോൾ ഇതൊന്നും ആരോടും പറയരുതെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ഭീമൻ വിഷം ഭക്ഷിച്ചിട്ടും മരിച്ചില്ല എന്ന് മനസ്സിലായ കർണനും ശകുനിയും ദുര്യോധനനും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇനി ഇവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്ന് ഭീഷ്മർ ഇങ്ങനെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കുട്ടികളെ നല്ലൊരു ഗുരുവിനെ ഏൽപ്പിക്കണമെന്നും ആയുധകല അഭ്യസിപ്പിക്കണമെന്നും ഭീഷ്മർ തീരുമാനിച്ചു. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഗുരു കൃപാചാര്യർ ആയിരുന്നു. അപ്പോൾ കൃപാചാര്യർ പാണ്ഡവരെയും കൗരവരെയും ആയുധകല അഭ്യസിപ്പിക്കുമ്പോൾ തേരാളിയായ അധിരഥനൊപ്പം കൊട്ടാരത്തിലെത്താറുള്ള വസുഷേണനും അവിടെ ഉണ്ടായിരുന്നു. വസുഷേണനും ആയുധവിദ്യ അഭ്യസിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ താനൊരു സൂതപുത്രനാണെന്നുള്ള അറിവ് പലപ്പോഴും അവനെ പിറകോട്ടടിപ്പിച്ചു. എന്നാൽ അവൻ ആയുധവിദ്യ മനസ്സിലാക്കാൻ ഒളിഞ്ഞ് ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഭീഷ്മർ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാൻ കുറച്ചുകൂടി കൂടുതൽ കഴിവുള്ള ഒരാളെ തിരയുകയായിരുന്നു. ആ തെരച്ചിലാണ് ദ്രോണാചാര്യരെ കണ്ടെത്തിയത്. ഒരിക്കൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിണറ്റിൽ വീണ പന്ത് കുറച്ച് ദർഭപ്പുല്ലുകൾ പറിച്ചെടുത്ത് അസ്ത്രം ഉപയോഗിച്ച് ഒരു ബ്രാഹ്മണൻ എടുത്തു കൊടുത്തു. അത് കുട്ടികൾ ചെന്ന് ഭീഷ്മാചാര്യരോട് പറഞ്ഞപ്പോൾ ഭീഷ്മർ ആ ബ്രാഹ്മണൻ ദ്രോണാചാര്യർ ആണെന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തെ കുട്ടികളെ ആയുധാഭ്യാസം പഠിപ്പിക്കുന്നതിന് നിയോഗിക്കുകയും ചെയ്തു. ദ്രോണാചാര്യർ കൃപാചാര്യരുടെ സഹോദരിയായ കൃപയെ വിവാഹം ചെയ്തു. അതിലൊരു പുത്രനുണ്ടായി, അശ്വത്ഥാമാവ്. പ്രസവിച്ചയുടനെ ആ ശിശു ഉച്ചൈശ്രമസിനെ പോലെ ശബ്ദം പുറപ്പെടുവിച്ചത് കൊണ്ടാണ് അശ്വത്ഥാമാവ് എന്ന് വിളിക്കപ്പെട്ടത്. വസുഷേണനുമായി കൊട്ടാരത്തിൽ വരാറുള്ള അതിരഥന് കൗരവപക്ഷത്തോടായിരുന്നു കൂറ്. അതുകൊണ്ട് തന്നെ കൗരവരിൽ മൂത്തയാളായ ദുര്യോധനനോട് വസുഷേണൻ സുഹൃത് ബന്ധം സ്ഥാപിച്ചു. അതിനാൽ തൻ്റെ മിത്രമായ വസുഷേണനെ കൂടി വിദ്യ അഭ്യസിപ്പിക്കാൻ ദ്രോണാചാര്യരോട് ദുര്യോധനൻ അപേക്ഷിച്ചു. അങ്ങനെ കൗരവരോടും പാണ്ഡവരോടും ഒപ്പം വസുഷേണനും അസ്ത്രവിദ്യ അഭ്യസിച്ചു. ശിഷ്യരിൽ ദ്രോണാചാര്യർക്ക് ഏറ്റവും പ്രിയം അർജുനനോടായിരുന്നു. അതുകൊണ്ട് ആയുധകലയുടെ എല്ലാ മർമ്മങ്ങളും വളരെ ഉത്സാഹത്തോടെ ദ്രോണാചാര്യർ അർജുനന് ഉപദേശിച്ചു. ഒരിക്കൽ ഗംഗയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഗുരുവിൻ്റെ കാലിൽ ഒരു മുതല പിടിച്ചു. അപ്പോൾ അർജുനൻ മുതലയുടെ വായിലേക്ക് 5 അമ്പുകൾ ഒരുമിച്ചെയ്തു. ഗുരുവിൻ്റെ ജീവൻ രക്ഷിച്ചു. അതിനുള്ള സമാനമായി ഗുരു ബ്രഹ്മശിരസ് എന്ന മാരകായുധം അർജുനന് സമാനമായി നൽകി. ദ്രോണാചാര്യരുടെ ശിഷ്യനായിട്ടും അർജുനനോളം തന്നെ കഴിവുണ്ടായിട്ടും ഗുരു തന്നെ പരിഗണിക്കുന്നില്ല എന്ന സങ്കടവും ദേഷ്യവും വസുഷേണന് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രം ഗുരുവിൽ നിന്നും വശത്താക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ദ്രോണാചാര്യരെ സമീപിച്ചു. എന്നാൽ ഗുരു അവനെ പരിഹസിക്കുകയും ബ്രഹ്മാസ്ത്രവിദ്യ സൂതന് നൽകുകയില്ലെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അവൻ നിരാശനായി. എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രവിദ്യ മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ച് മറ്റൊരു ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ദ്രോണാചാര്യരുടെയും മറ്റും ഗുരുവായ പരശുരാമൻ്റെ കാര്യം അവൻ അറിഞ്ഞത്. ക്ഷിപ്രകോപിയായ പരശുരാമന് ബ്രാഹ്മണരോട് മാത്രമായിരുന്നു താല്പര്യം. ക്ഷത്രിയ സംഹാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമലക്ഷ്യം. വസുഷേണൻ ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തിൽ പരശുരാമൻ്റെ അടുത്തെത്തി. ഗുരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വസുഷേണൻ കള്ളം പറഞ്ഞ് പരശുരാമൻ്റെ ശിഷ്യനായി, മാത്രമല്ല ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി തീരാനും വസുഷേണന് കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മാസ്ത്രവിദ്യ അവന് പഠിപ്പിച്ചു കൊടുത്തു.
ഒരു ദിവസം വസുഷേണനുമൊത്ത് പരശുരാമൻ സവാരിക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണം തോന്നി. വസുഷേണൻ്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ പരശുരാമൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ സമയം മാംസഭോജിയായ ഒരു കീടം കർണൻ്റെ ഇടയിൽ കടന്നുകൂടി. കർണൻ പുഴുവിൻ്റെ കടിയേറ്റ് കഠിനമായ വേദന ഇങ്ങനെ ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അങ്ങനെ അനങ്ങാതിരുന്നു. അപ്പോൾ രക്തം വാർന്ന ഗുരുവിന് നനവ് അനുഭവപ്പെട്ടപ്പോൾ ഗുരു ഉണർന്നു. സംശയത്തോടെ ഗുരു ചോദിച്ചു, ആകെ അശുദ്ധമായല്ലോ, ഇവിടെ നീ എന്തു ചെയ്യുകയായിരുന്നു? പേടിക്കാതെ സത്യം പറയൂ. തനിക്കേറ്റ കീടശല്യത്തെക്കുറിച്ച് കർണൻ വിശദീകരിച്ചു. പെട്ടെന്ന് അത്ഭുതമെന്ന് പറയട്ടെ, ആ പുഴു ചത്തു വീണു. പകരം ഒരു വലിയ രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പരശുരാമനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് ശാപമോക്ഷം തന്നു, ഇനി ഞാൻ മടങ്ങട്ടെ. അപ്പോൾ പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എങ്ങനെ ഈ നരകത്തിൽപ്പെട്ടു? ഉടനെ ആ അസുരൻ പറയാൻ തുടങ്ങി. ആ അസുരൻ്റെ പേരാണ് അളർക്കൻ. ഒരു ദിവസം ഞാൻ ഭൃഗുമുനിയുടെ പ്രാണപ്രേയസിയെ ബലം പ്രയോഗിച്ച് അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ദേഷ്യപ്പെട്ട മഹർഷി എന്നെ ശപിച്ചു. പാപി, നീ ഒരു കീടമായി നരകത്തിൽ പതിക്കും. പരശുരാമൻ്റെ സൃഷ്ടി നിന്നിൽ പതിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങയുടെ ദർശനം കൊണ്ട് മുക്തി ലഭിച്ചു. അപ്പോൾ ഗുരു കർണനോട് പറഞ്ഞു, ഈ കീടദർശനം കൊണ്ട് നീ അനുഭവിച്ച കൊടിയ വേദന താങ്ങാൻ ഒരു ബ്രാഹ്മണൻ ഒരിക്കലും സാധിക്കുകയില്ല. ക്ഷത്രിയോചിതമായ ധൈര്യമാണ് നീ കാട്ടിയത്. സത്യം പറയൂ, നീ ആരാണ്? വസുഷേണൻ സത്യമെല്ലാം ഗുരുവിനോട് തുറന്നു പറഞ്ഞു. ബ്രഹ്മാസ്ത്രം നേടാനുള്ള അതിമോഹം കൊണ്ട് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. വിറപൂണ്ട് വസുഷേണൻ ഗുരുവിൻ്റെ കാൽക്കൽ വീണു. കലിപൂണ്ട് ക്രുദ്ധനായ ഗുരു കർണനോട് ഇങ്ങനെ പറഞ്ഞു, കാപട്യം കാട്ടിയതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാനാവില്ല. തുല്യ പരാക്രമികളായ എതിരാളികളോട് പോരാടുമ്പോൾ ഞാൻ നൽകിയ ഈ കള്ളം പറയുന്നവനിവിടെ സ്ഥാനമില്ല. പക്ഷേ എൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും ഉള്ളതുകൊണ്ട് പോർക്കളത്തിൽ ഒരു ക്ഷത്രിയനും നിനക്ക് തുല്യനാകുകയില്ല. അപ്പോൾ ഇത് ഒരു നല്ലൊരു കഥയാണ്. വീരനായിട്ടുള്ള കർണൻ്റെ കഥയാണ്. കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.